മണ്ണാർക്കാട് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്നും മുൻ ചാമ്പ്യന്മാരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം പുറത്ത്. തിങ്കളാഴ്ച നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ KMG മാവൂരിനോടാണ് എതിരില്ലാത്ത ഒരു ഗോളിന് മലപ്പുറം പരാജയപ്പെട്ടത്. അതേസമയം റഫറിയെ കയ്യേറ്റം ചെയ്ത ഇസ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരി താരം ക്ഷമാപണം നടത്തി SFAക്ക് കത്തു നൽകി. രാജകീയമായ വിന്നേഴ്സ് ആൻഡ് റണ്ണേഴ്സ് ട്രോഫികൾക്ക് വേണ്ടി മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച 11ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇന്നത്തെ മത്സരത്തിലേക്ക് കളിക്കാരുമായി പരിചയപ്പെടുന്നതിന് വേണ്ടി KMG മാവൂരിന് വേണ്ടി നൈജീരിയൻ താരം ദിദിയർ ആണ് ഗോൾ നേടിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിലെ 28ാം മിനിറ്റിലാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ വല കുലുക്കി ദിദിയർ ഞെട്ടിച്ചത്. കളിയുടെ തുടക്കം മുതലേ മികച്ച മുന്നേറ്റമാണ് സൂപ്പർ സ്റ്റുഡിയോ നടത്തിയത്. സൂപ്പർ സ്റ്റുഡിയോയുടെ മിന്നും താരങ്ങളായ ബല്ലാഖ്, അലി എന്നിവർക്കുൾപ്പെടെ മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും ലക്ഷ്യം കണ്ടെത്താനായില്ല. ഈ സീസണിൽ കൽപ്പകഞ്ചേരിയിൽ ബല്ലാക്കിന്റെ വക ഒരു ബൈസിക്കിൾ ഗോൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ അൽമദീന ചെർപ്പുളശ്ശേരിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് സൂപ്പർ സ്റ്റുഡിയോ കിരീടം നേടിയത്. ക്വാർട്ടർ മത്സരം കാണാൻ ഇത്തവണയും മണ്ണാർക്കാട് ആശുപത്രിപ്പടി മുബാസ് മൈതാനം തേങ്ങി നിറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരിയുടെ താരമായ ജിൻഷാദ് റഫറിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ SFA പ്രസിഡന്റ് ലെനിന് ക്ഷമാപണം നടത്തിയുള്ള കത്തു നൽകി. ഇതുമായി ബന്ധപ്പെട്ട് 1 മാസത്തെ സസ്പെൻഷൻ 15 ദിവസത്തേക്ക് കുറയ്ക്കുമെന്നാണ് സൂചന. CCN മണ്ണാർക്കാട്.